ഹലോ ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ആൻഡ് കൺസെപ്റ്റ് ഓഫ് ഓഡിറ്റിംഗ്. ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ആക്ട്സ് ടു ബി പെർഫോം ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ഓഡിറ്റ്. എന്ത് ആക്ടാണ് നമ്മൾ പെർഫോം ചെയ്യാൻ പോകുന്നത് അതിനെയാണ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അഡോപ്റ്റഡ് ടു ഒബ്റ്റെയിൻ എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദ അക്കൗണ്ട്സ് അണ്ടർ ഓഡിറ്റിൽ നമുക്കൊരു ട്രൂ ആയിട്ടും ഫെയർ ആയിട്ടുള്ളൊരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും. ആ പ്രൊസീജിയേഴ്സിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് ബേസിക് കൺസെപ്റ്റ് ഓഫ് ഓഡിറ്റിംഗ്. പ്രധാനമായിട്ടും 5 കൺസെപ്റ്റാണ് ഒരു ഓഡിറ്റിങ്ങിനുള്ളത്. ഒന്ന് എവിഡൻസ്, ഡ്യൂ ഓഡിറ്റ് കെയർ, ഫെയർ പ്രസൻറ്റേഷൻ, ഇൻഡിപെൻഡൻസ് ആൻഡ് എത്തിക്കൽ കണ്ടക്ട്. എന്താണ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ the auditor collects sufficient and appropriate audit evidence from vouchers and other documents through verification. ഇപ്പോൾ പല വെരിഫിക്കേഷനിലൂടെയും ഇൻസ്പെക്ഷനിലൂടെയും എൻക്വയറിയിലൂടെയും ഒബ്സർവേഷനിലൂടെയും ഒരു ഓഡിറ്റർ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എവിഡൻസ് കളക്ട് ചെയ്യുന്നുണ്ട്. ഈ ഓഡിറ്റ് എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓഡിറ്റർ സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ വളരെ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്ന ഡ്യൂ ഓഡിറ്റ് കെയർ. ദ ഡ്യൂ ഓഡിറ്റ് കെയർ മീൻസ് ദാറ്റ് the auditor has to exercise due professional care in collecting audit evidence. ഒരു ഓഡിറ്റ് എവിഡൻസ് കളക്ട് ചെയ്യുമ്പോൾ പ്രൊഫഷണൽ കെയർ കൊടുത്തിട്ട് വേണം ഒരു ഓഡിറ്റർ എവിഡൻസ് കളക്ട് ചെയ്യാൻ. ദെൻ തേർഡ് വൺ, ഫെയർ പ്രസൻറ്റേഷൻ. Fair presentation means presenting audit report to the shareholders. It covers the following. ഒരു ഫെയർ ആയിട്ട് വേണം പ്രസൻറ്റ് ചെയ്യാൻ. അതായത് അക്കൗണ്ടിങ് പ്രോപ്പർട്ടി, ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, അതുപോലെ തന്നെ ആഡിക്വേറ്റ് ഡിസ്ക്ലോഷർ, ഓഡിറ്റ് ഒബ്ലിഗേഷൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. ദെൻ ഫോർത്ത്, ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസ് നമുക്കറിയാം, ഇൻഡിപെൻഡൻറ്റ് അപ്രോച്ച് ടു ഓഡിറ്റ് വർക്ക്. ഓഡിറ്റ് വർക്ക് എപ്പോഴും ഒരു ഇൻഡിപെൻഡൻറ്റ് അപ്രോച്ചിലാണ് ചെയ്യേണ്ടത്. Then ethical conduct. Ethical conduct is the last primary concept of auditing. Concept prakaram must remain with the ambit of professional code of conduct determined by ICAI. Determine ചെയ്തിട്ടുള്ള പ്രൊഫഷണൽ കോഡ് ഓഫ് കണ്ടക്ട് പ്രകാരമാണ് നമ്മൾ ഓഡിറ്റ് നടത്തേണ്ടത്. Then next, statement on standard practices in auditing. നീഡ് ടു എൻഷുർ ക്വാളിറ്റി സർവീസ്. ഇപ്പോൾ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓഡിറ്റ് നടത്തുമ്പോൾ ക്വാളിറ്റി എൻഷുർ ചെയ്യണം. അപ്പോൾ ഈ ഗ്ലോബലൈസേഷന് ശേഷം ഇൻഡസ്ട്രിയലും കൊമേഴ്സ്യലും എൻ്റർപ്രൈസുകൾ കോർപ്പറേറ്റ് ഗവൺമെൻസിൽ നല്ലൊരു ബിസിനസ് പ്രാക്ടീസ് വളരെ വ്യക്തമായ രീതിയിൽ ചെയ്യാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. ആ ഒരു സിസ്റ്റം മാനേജ്മെൻറ്റ് അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ്, അതുപോലെ തന്നെ അവരുടെ റോളുകൾ, ഓഡിറ്റേഴ്സിൻ്റെ റോള്, റെസ്പോൺസിബിലിറ്റി അതൊക്കെ ഹൈ ക്വാളിറ്റിയിൽ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനികൾ വരുന്നത് കൊണ്ട് തന്നെ ഒരു ഓഡിറ്റ് വർക്ക് വളരെ പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതുണ്ട്. ഇറ്റ് ഹാസ് ലെഡ് എ ഡിമാൻഡ് ഫോർ ഹൈ ക്വാളിറ്റി ഓഡിറ്റ് പെർഫോമൻസ് അക്രോസ് ദ ബോർഡ്. ദ നീഡ് ടു എൻഷുർ സച്ച് ക്വാളിറ്റി ഓഡിറ്റ് വർക്ക് ഹാസ് ഫോഴ്സ്ഡ് എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ് ആൻഡ് ഓഡിറ്റ് പ്രാക്ടീസ് ഫോർ വേൾഡ് വൈഡ് റെക്കഗ്നീഷൻ. ഉണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു പ്രാക്ടീസാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് പ്രാക്ടീസസ് ഇൻ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഓഡിറ്റിംഗ് പ്രാക്ടീസസ്, ദാറ്റ് ഈസ് SAP, ഈസ് എയിം അറ്റ് ഹൈ സ്റ്റാൻഡേർഡ് ആൻഡ് ഓഡിറ്റേഴ്സ് പെർഫോമൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇൻ ദ ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ദ ഫേം. അതിൻ്റെ ഒരു പെർഫോമൻസിന് അതിനനുസരിച്ചുള്ള റെസ്പോൺസിബിലിറ്റി, അതിനനുസരിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റും വഴി നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യണം. അതിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. It highlights in the performance of audit such as planning, performing auditory procedure പ്ലാൻ ചെയ്യുക, കളക്ട് ചെയ്യുക, എവിഡൻസ് ചെയ്യുക, ഇവാലുവേറ്റ് റിസൾട്ട്, അതുപോലെ തന്നെ കംപ്ലയൻസ്, ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ പർപ്പസിൽ വരുന്നത്. പ്രധാനമായിട്ടും ഓഡിറ്റിംഗ് അഷുറൻസ് സ്റ്റാൻഡേർഡ്. നെക്സ്റ്റ് പറയുന്നത് ഓഡിറ്റിംഗ് അഷുറൻസ് സ്റ്റാൻഡേർഡ്. With the formation of Audit Practice Committee in 1982, the Council of the Chartered Accountants of India has been issuing a series of statements, guide not accounting standards, statements on audit practices on a number of matters. അപ്പോൾ ഇതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് ഈ കമ്മിറ്റി 1982 ഒരു കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഗൈഡ് നോട്ട്സ്. അത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓൺ ഓഡിറ്റിംഗ് പ്രാക്ടീസ്, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ വേണ്ടിയിട്ടുള്ള ഈ ഒരു സ്റ്റാൻഡേർഡുകളും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് പറയുന്നതാണ് നൗ ഇറ്റ് ഈസ് നോൺ ആസ് ഓഡിറ്റിംഗ് അഷുറൻസ് സ്റ്റാൻഡേർഡ്. അതിൽ വരുന്നതാണ് 4 വരുന്നത്. അതിൻ്റെ ന്യൂക്ലിയസ് ഓഫ് ദി ഇഷ്യൂസ്. ഒരു പിക്ചറുണ്ട്, അതിൽ കാണാം. ഞാനത് വാട്സപ്പിൽ സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 1-2 പേജ് മിസ്സിങ് ഉണ്ട്. എന്തായാലും ഞാൻ പകുതി ആയില്ല, അപ്പോൾ ഞാൻ വാട്സപ്പിൽ സെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ നോട്ട്സുകൾ.
അതൊന്ന് നോക്കിയിട്ട് കേൾക്കണേ. പിന്നെ പറയുന്നത് മീനിങ് സ്റ്റേറ്റ്മെൻറ്റ്, അതിൽ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്, ഗൈഡ് നോട്ട്സ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, ഓഡിറ്റിംഗ് പ്രാക്ടീസസ്, ഇങ്ങനെ 4 കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ്സ്. ദ സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് ഡീൽ വിത്ത് മാറ്റേഴ്സ് വിച്ച് ആർ ഇൻ ദ ഒപ്പീനിയൻ ഓഫ് ദ കൗൺസിൽ are critical for proper discharge of audit work by rendering high quality of audit work. ഓഡിറ്റ് വർക്കിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോപ്പർ ഡിസ്ചാർജ് ഓഫ് എന്താ പറയുക കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ്. അതായത് അതിൽ ഡീൽ ചെയ്യുന്നത് ചരിന്ത ഒപ്പീനിയൻ ഓഫ് ദ കൗൺസിലിൻ്റെ കുറച്ച് ഡീലിങ്സും കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഇനി ഗൈഡ് നോട്ട്സ്. Guide notes provide guidance to members in respect of matters which may arise during the course of audit and professional service, and guidance notes are recommendatory in nature, and it is for the members to decide whether to follow them in the circumstances of any case may face during the course of ഓഡിറ്റ് വർക്ക്. അപ്പോൾ നമുക്കൊരു ഗൈഡ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗൈഡ് ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് പ്രൊജക്റ്റിനൊരു ഗൈഡുള്ള പോലെ തന്നെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഗൈഡ് നോട്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ലേ ഡൗൺ standards which have to be complied, which to ensure that financial statements are prepared in accordance with generally accepted accounting standards. ഇപ്പോൾ നമുക്കറിയാം ജനറലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് അക്കൗണ്ട് സ്റ്റാൻഡേർഡുകളുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ കറക്റ്റാണ് അത് ഓഡിറ്റർ ഫോളോ ചെയ്യുന്നത്. ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ടു എൻഷുർ ദാറ്റ് ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ ഇംപ്ലിമെൻറ്റഡ് ഇൻ ദ പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കവേർഡ് ബൈ ദ ഓഡിറ്റ് reports. Then the fourth one is standard auditing practices, that is SAPs. Standard auditing practices by lay down the principles governing an audit, and these principles apply wherever an independent audit is carried out. അതായത് എപ്പോഴാണോ ഒരു ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ് ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത് ആ സ്റ്റാൻഡേർഡ് ഓഫ് ഓഡിറ്റിംഗ് പ്രാക്ടീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്, ദാറ്റ് ഈസ് സാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കുറച്ച് എന്താ പറയുക ഫോട്ടോ എടുത്തത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓഡിയോ മാത്രം കേട്ടാൽ മതി. വീഡിയോസ് ഞാൻ പകുതിയായി കാരണം ഞാൻ പിന്നെ ക്യാൻസൽ ചെയ്യുന്നില്ല. ഞാൻ വാട്സപ്പിൽ കറക്റ്റ് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.